ഹലോ മക്കളെ, വെൽക്കം ടു റൂട്ട് IPM. എന്റെ പേര് സൽമാൻ അൽ ഫാരിസ് കെ. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ലോജിക്കൽ റീസണിംഗിലെ ചെറിയ ചില ചാപ്റ്റേഴ്സ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്, അതിന്റെ പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും സോൾവ് ചെയ്യുന്നില്ല. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ അറിയണം എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് തിയറി ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് ഒക്കെ ഓരോരോ പോയിന്റ്സ് ആണ് മക്കളെ. ഫസ്റ്റ് പോയിന്റ് ഡയറക്ഷൻസ്. എന്താ സാറേ ഡയറക്ഷൻ, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഇങ്ങോട്ട് ചോദിക്കൂല, ഷുവർ. പിന്നെ എന്തിനാ സാറേ ഇത് പറയണത്? എടാ, ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പറയാണേ. ജസ്റ്റ് ഒരു ആമുഖം നോക്കാം. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നിങ്ങളുടെ ഫ്രണ്ടിന് ഫോൺ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറയാണ്. അവൻ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. സ്വാഭാവികമായും അവന് വഴി പറഞ്ഞു കൊടുക്കേണ്ടി വരും. എങ്ങനെയാ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? എടാ, റൈറ്റിലോട്ട് തിരിയെ, ലെഫ്റ്റിലോട്ട് തിരിയെ, കുറച്ച് ഫ്രണ്ടിലോട്ട് പോ, അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുക? അത് കേട്ടാൽ ഫ്രണ്ട് ആകെ കൺഫ്യൂഷൻ ആവും. എന്തുകൊണ്ടാ? നമ്മള് റൈറ്റിലോട്ട് തിരിയാൻ പറയുന്നുണ്ട്, ലെഫ്റ്റിലോട്ട് തിരിയാൻ പറയുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് പോകാൻ പറയുന്നുണ്ട്. ബട്ട് എവിടെ എത്തിയിട്ട് ഇതൊക്കെ ചെയ്യണം അത് നമ്മൾ പറയുന്നില്ല. അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എന്ത്? എടാ, റോഡിന്റെ അറ്റത്ത് ഒരു ചീനിമരണ്ട്, അവിടെ എത്തിയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി, എന്റെ വീട്ടിലെത്തും എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. സോ ഡയറക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഞാനൊരു കാര്യം കൂടിയും പറയാം. നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. എർത്തിന്റെ എവിടെ ചെന്നാലും ഈ പ്രോബ്ലംസ് ഉണ്ടാവും. എങ്ങോട്ട് പോകണം, എവിടെ ചെന്ന് നിൽക്കണം, എങ്ങോട്ട് തിരിയണം, ഈ പ്രോബ്ലംസ് എല്ലാവരും ഫേസ് ചെയ്യും. ഇന്നത്തെ കാലത്ത് അതിന് ഗൂഗിൾ മാപ്പ് ഉണ്ട്. ബട്ട് പണ്ട് അതില്ല. റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത് നമുക്ക് വഴി പറഞ്ഞെടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത് നമ്മൾ എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ച് മാറും. സോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു റെഫറൻസ് വേണം. ആ റെഫറൻസിനെ ഫേസ് ചെയ്തിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ കണ്ടെത്തിയ ഒരു സംഭവമാണ് എന്ത്? ഡയറക്ഷൻസ്. ഇതൊന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് 4 മെയിൻ ഡയറക്ഷൻസ് ഉണ്ട്, 4 പ്രൈം ഡയറക്ഷൻസ് ഉണ്ട്, 4 കാർഡിനൽ ഡയറക്ഷൻസ് ഉണ്ട്. വേണ്ട, ഓക്കെ, 4 മെയിൻ ഡയറക്ഷൻസ് ഉണ്ട്. അങ്ങനെ പഠിച്ചാൽ മതി. അതില് 2 എണ്ണം സണ്ണിനെ ബേസ് ചെയ്തിട്ടാണ്. ഏതൊക്കെ? എടാ, സണ്ണ് റൈസ് ചെയ്യുന്ന ഡയറക്ഷൻ ഈസ്റ്റ്. പിന്നെ സണ്ണ് പോയി ഉച്ചയായി, ഉച്ചക്ക് ഡയറക്ഷൻ ഒന്നുമില്ല. പിന്നെ സണ്ണ് സെറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ അതാണെന്ത്? വെസ്റ്റ്. അപ്പോ സണ്ണിനെ ബേസ് ചെയ്തിട്ട് 2 പ്രൈം ഡയറക്ഷൻസ് ഉണ്ട്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ അല്ലേ? ഇനിയുള്ള 2 എണ്ണം എർത്തിനെ ബേസ് ചെയ്തിട്ടാണ്. എർത്തിന്റെ എവിടെ നിന്നാലും മുകളിലോട്ടുള്ള ഡയറക്ഷൻ. സാറേ, മുകളിൽ താഴെ റിലേറ്റീവ് അല്ലേ? അതിവിടെ വേണ്ട കേട്ടോ, അത് ഫിസിക്സ്, അത് ഇതറേ. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കുക. എർത്തിന്റെ എവിടെ നിന്നാലും മുകളിലോട്ടുള്ള ഡയറക്ഷൻ. സാറേ, മുകള് ഒരു സുഖല്ല, ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് പറയും. എടാ, എർത്തിന്റെ എവിടെ നിന്നാലും നോർത്ത് പോളിലേക്കുള്ള ഡയറക്ഷൻ അതാണെന്ത്? നോർത്ത് ഡയറക്ഷൻ. അതാണ് എർത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ പ്രൈം ഡയറക്ഷൻ. പിന്നെ രണ്ടാമത്തത്, എർത്തിന്റെ എവിടെ നിന്നാലും അന്റാർട്ടിക് റീജിയൻ സുഖല്ല, സൗത്ത് പോൾ, അങ്ങോട്ടുള്ള ഡയറക്ഷൻ ആണ് എന്ത്? സൗത്ത് ഡയറക്ഷൻ. ഓക്കെ ആണോ? അപ്പൊ എർത്തിനെ ബേസ് ചെയ്തിട്ട് 2 പ്രൈം ഡയറക്ഷൻസ് ഉണ്ട്, സൗത്ത്, നോർത്ത്. ഓക്കെ അല്ലേ? അപ്പൊ 4 പ്രൈം ഡയറക്ഷൻസ് നമ്മൾ പഠിച്ചു, നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് പോയിന്റ്. എടാ, ഈ 4 കാർഡിനൽ ഡയറക്ഷൻസ് ഇത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ എങ്ങനെയെങ്കിലും വരക്കാൻ പറ്റൂല. പേപ്പറിൽ വരക്കുമ്പോ എങ്ങനെ വരക്കുക? നോർത്ത് ഡയറക്ഷൻ പേപ്പറിന്റെ മുകളിലോട്ട് വരക്കുക. മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് അങ്ങനെയാണ് സോൾവ് ചെയ്യുക. എല്ലാ പ്രോബ്ലംസും അല്ല, മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് നോർത്ത് ഡയറക്ഷൻ മുകളിലോട്ടാക്കിയിട്ട് വരക്കാം. പിന്നെ നോർത്തിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം, സൗത്ത്. പിന്നെ ഇങ്ങനെ പഠിക്കുക, നോർത്തിന്റെ റൈറ്റ് ഡയറക്ഷൻ ഈസ്റ്റ്. അങ്ങനെ തന്നെ പഠിക്കട്ടോ. നോർത്തിന്റെ റൈറ്റ് ഡയറക്ഷൻ ഈസ്റ്റ്, നോർത്തിന്റെ ലെഫ്റ്റ് ഡയറക്ഷൻ വെസ്റ്റ്. അതൊക്കെ സിമ്പിൾ ആണ്, LKG പിള്ളേർക്ക് വരെ അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ പറയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. എടാ, ഈ 4 പ്രൈം ഡയറക്ഷൻസ് ഇതില് തൊട്ടടുത്ത 2 ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എന്ന് വെച്ചാൽ നോർത്തും ഈസ്റ്റും തമ്മിലുള്ള ആംഗിൾ, തൊട്ടടുത്ത 2 മെയിൻ ഡയറക്ഷൻസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. സിമ്പിൾ അല്ലേ? പിന്നെ അത് മാത്രല്ല, ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും എല്ലാതും 90 ഡിഗ്രി ആണ്. മക്കളെ, ഇതുമായി ബന്ധപ്പെട്ട 2 പോയിന്റ്സ് ആണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. സമയം രാവിലെ, സണ്ണ് റൈസ് ചെയ്യുന്ന ടൈമാണ്. രാവിലെ സമയം സണ്ണ് എവിടെയായിരിക്കും? ഈസ്റ്റിൽ അല്ലെ? നമ്മൾ സണ്ണിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ പിന്നിലോട്ടുള്ള ഡയറക്ഷൻ ഏതായിരിക്കും? ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ്.
എന്നാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക? എടാ ഈസ്റ്റിന്റെ റൈറ്റ്, ആ ക്രോസ് മനസ്സിലാലോചിക്കട്ടോ. ഈസ്റ്റിന്റെ റൈറ്റ് സൗത്ത് ഡയറക്ഷൻ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും? സൗത്തിന്റെ ഓപ്പോസിറ്റ് നോർത്ത്. ഓക്കെ അല്ലേ? എന്നാ ഒരു പോയിന്റും കൂടി ഇതേപോലെ തന്നെ. എടാ നമ്മള് കോഴിക്കോട് ബീച്ചിൽ നിൽക്കാണ്, സണ്ണ് സെറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. സണ്ണ് സെറ്റ് ചെയ്യുമ്പോ ഏതായിരിക്കും ഡയറക്ഷൻ? വെസ്റ്റ്. നമ്മൾ അതിന്റെ മുന്നിൽ പോയിട്ട് ഓക്കെ അല്ലേ? നമ്മുടെ പിന്നിലോട്ട് ഏതായിരിക്കും ഡയറക്ഷൻ? വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഈസ്റ്റ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും? വെസ്റ്റിന്റെ റൈറ്റ്. വെസ്റ്റിന്റെ റൈറ്റ് ഏതാ? നോർത്ത്. നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത്. ഓക്കെ അല്ലേ മക്കളെ? ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. സബ് ഡയറക്ഷൻസ്. 4 പ്രൈം ഡയറക്ഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ? നോർത്ത്, നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത്, റൈറ്റ് ഈസ്റ്റ്, ലെഫ്റ്റ് വെസ്റ്റ്. ഓക്കെ. ഇതിന് പുറമെ 4 സബ് ഡയറക്ഷൻസും കൂടി ഉണ്ട്. ഏതൊക്കെയാണത്? നോർത്തിന്റെയും ഈസ്റ്റിന്റെയും സെന്ററിലൂടെയുള്ള ഫസ്റ്റ് സബ് ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കാം, എന്നാലും ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്യാണ്. പിന്നെ സൗത്തിന്റെയും ഈസ്റ്റിന്റെയും സെന്ററിലൂടെ സൗത്ത് ഈസ്റ്റ്. പിന്നെ നോർത്തിന്റെയും വെസ്റ്റിന്റെയും സെന്ററിലൂടെ നോർത്ത് വെസ്റ്റ്. ലാസ്റ്റ് വൺ സൗത്തിന്റെയും വെസ്റ്റിന്റെയും സെന്ററിലൂടെ സൗത്ത് വെസ്റ്റ്. ഇതാണ് 4 സബ് ഡയറക്ഷൻസ്. ഇനി ഒരു സബ് ഡയറക്ഷനും തൊട്ടടുത്ത പ്രൈം ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? അത് നമുക്കറിയാം. 90ന്റെ ഹാഫ് എത്രയാ? 45 ഡിഗ്രി. അത് മാത്രല്ല ഈ ആംഗിൾസ് എല്ലാതും 45 ഡിഗ്രി ആണ്. സിമ്പിൾ കാര്യങ്ങളാണ്, എന്നാലും ഞാൻ പറയാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഹൗ ടു ഡ്രോ ഡയഗ്രാംസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. ക്വസ്റ്റ്യൻസിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡയഗ്രാം വരക്കും? ഡയഗ്രാം വരച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സി ഈസ് ടു ദി സൗത്ത് ഓഫ് ഡി. സി എന്നുള്ളത് ഡിയുടെ സൗത്തിലാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഡി വരക്കുക. ഡിന്റെ അവിടെ ചെറിയൊരു ക്രോസ് വരക്കുക. അത് മനസ്സിലാലോചിച്ചാലും മതി. ഓക്കെ അല്ലേ? ഡിയുടെ സൗത്തിലാണ് സി. അപ്പൊ എങ്ങനെ വരക്കണം? ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. ഡിയുടെ സൗത്തിലേക്ക് ഒരു ലൈൻ വരക്കുക, എന്നിട്ട് അവിടെ സി വരക്കുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. എ ഈസ് ടു ദി വെസ്റ്റ് ഓഫ് ബി. അപ്പൊ ആദ്യം ഏത് വരക്കണം? ബി വരക്കണം. ബിയുടെ അവിടെ ഒരു ക്രോസ്. ബിയുടെ വെസ്റ്റിലാണ് എ. അപ്പൊ ബിയുടെ വെസ്റ്റിലോട്ട് ഒരു ലൈൻ വരക്കുക, അവിടെ എ വരക്കുക. ഓക്കെ. 2 പ്രൈം ഡയറക്ഷൻ. ഇനി നമുക്ക് 2 സബ് ഡയറക്ഷൻസും കൂടി നോക്കാം. പി ഈസ് ടു ദി നോർത്ത് വെസ്റ്റ് ഓഫ് ക്യൂ. ക്യൂവിന്റെ നോർത്ത് വെസ്റ്റിലാണ് പി. അപ്പൊ ആദ്യം ഏത് വരക്കണം മക്കളെ? ക്യൂ വരക്കുക. ക്യൂവിന്റെ അവിടെ ക്രോസ് വരക്കുക, നോർത്ത് വെസ്റ്റിലോട്ട് ലൈൻ വരക്കുക, അവിടെ പി വരക്കുക. എന്നാ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എം ഈസ് ടു ദി നോർത്ത് ഈസ്റ്റ് ഓഫ് എൻ. നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. എൻ വരക്കുക, ക്രോസ് വരക്കുക, നോർത്ത് ഈസ്റ്റിലോട്ട് ലൈൻ വരക്കുക, അവിടെ എം വരക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഡയഗ്രാംസ് വരക്കാം. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് മൂവ് ചെയ്യാം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താടാ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? ഒരു ക്ലോക്കിന്റെ സൂചി എങ്ങനെയാ കറങ്ങുക? 1ൽ നിന്ന് 2ലോട്ട്, 2ൽ നിന്ന് 3ലോട്ട്, 3ൽ നിന്ന് 4ലോട്ട്. ആ ഒരു ഡയറക്ഷനെ വിളിക്കണ പേരാണെന്ത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഒരു ക്ലോക്കിന്റെ സൂചി കറങ്ങുന്ന ഡയറക്ഷൻ. ഇതേ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൈറ്റ് ടേൺ എടുക്കുക. സാറേ മനസ്സിലായില്ല, ഒന്നും കൂടി പറയും, ഞാൻ പറഞ്ഞുതരാം. എടാ നിങ്ങൾ നോർത്തിലോട്ട് പോവാണ്, നിങ്ങൾക്ക് റൈറ്റിലോട്ട് തിരിയണം. ഏത് ഡയറക്ഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആ ഡയറക്ഷനിലോട്ട് തിരിയുന്നതിനാണ് റൈറ്റ് ടേൺ എന്ന് വിളിക്കുക. ഇനി എത്ര ഡിഗ്രി തിരിയണം മക്കളെ? ക്വസ്റ്റ്യൻസിലെ നിങ്ങൾക്ക് സ്പെസിഫിക് ആംഗിൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഒരു ടേണ് 90 ഡിഗ്രി ആയിട്ട് എടുക്കുക. ഓക്കെ. അപ്പോ നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് അഥവാ റൈറ്റ് ടേൺ എടുക്കാൻ പോവാണ്. നോക്കാം. ഓക്കെ അല്ലേ? വീണ്ടും നമുക്ക് റൈറ്റ് ടേൺ എടുക്കണം. അവിടെ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫോളോ ചെയ്യുക, 90 ഡിഗ്രി തിരിയുക, മുന്നോട്ട് നടക്കുക. വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, 90 ഡിഗ്രി തിരിഞ്ഞു, മുന്നോട്ട് നടന്നു. ഓക്കെ അല്ലേ? ഇതുപോലെയാണ് റൈറ്റ് ടേൺസ് എടുക്കുക. അതിന് ഫോളോ ചെയ്യേണ്ട ഡയറക്ഷൻ ഏതാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെക്സ്റ്റ് പോയിന്റ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും പറയാം. നോക്കാം. ഒരു ക്ലോക്കിന്റെ സൂചി കറങ്ങുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ വിളിക്കണ പേരാണെന്ത്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണമെങ്കിൽ ഏത് ഡയറക്ഷനാ ഫോളോ ചെയ്യേണ്ടത്?
കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സാറേ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരാൾ നോർത്തിലോട്ട് പോവാണ്, അയാൾക്ക് ലെഫ്റ്റിലോട്ട് തിരിയണം. ഏത് ഡയറക്ഷനാ ഫോളോ ചെയ്യുക? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 90 ഡിഗ്രി തിരിയുക, മുന്നോട്ട് നടക്കുക. വീണ്ടും ലെഫ്റ്റിലോട്ട് തിരിയണം, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫോളോ ചെയ്യുക, മുന്നിലോട്ട് നടക്കുക. വീണ്ടും ലെഫ്റ്റിലോട്ട് തിരിയണം, 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുക, മുന്നോട്ട് നടക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് മൂവ് ചെയ്യാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടേൺസ്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളിൽ പലർക്കും ഇത് അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയാണ് കേട്ടോ. ഓക്കെ, ഒരു ക്രോസ് അതവിടെ നിന്നോട്ടെ. മക്കളെ, ഒരാളുണ്ട്, അയാള് നോർത്തിലോട്ട് നടക്കാൻ ആരംഭിക്കാണ്. നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോ അയാൾക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം. അപ്പൊ അങ്ങോട്ടാണോ തിരിയേണ്ടത്, ഇങ്ങോട്ടാണോ തിരിയേണ്ടത്? അയാൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. അയാൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ, ബട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. അയാൾക്ക് ലെഫ്റ്റ് ടേൺ ആണ് എടുക്കേണ്ടത്. ഏതാണ് അയാളെ ലെഫ്റ്റ് ഹാൻഡ്? ഇതല്ലേ? ആ ഡയറക്ഷനിലോട്ട് 90 ഡിഗ്രി തിരിയ, മുന്നോട്ട് നടക്കുക. അങ്ങനെയാണ് ലെഫ്റ്റ് ടേൺ എടുക്കേണ്ടത്. ഇനി അയാൾക്ക് റൈറ്റ് ടേൺ എടുക്കണം. ഏതാണ് അയാളെ റൈറ്റ് ഹാൻഡ്? അതല്ലേ മക്കളെ? അപ്പൊ ആ ഡയറക്ഷനിലോട്ട് 90 ഡിഗ്രി തിരിയ, മുന്നോട്ട് നടക്കുക. ഓക്കെ, വീണ്ടും അയാൾക്ക് റൈറ്റ് ടേൺ എടുക്കണം. ഏതാണ് അയാളെ റൈറ്റ് ഹാൻഡ്? അത് ആ ഡയറക്ഷനിലോട്ട് 90 ഡിഗ്രി തിരിയ, മുന്നോട്ട് നടക്കുക. ഇങ്ങനെയാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടേൺസ് കണ്ടെത്തേണ്ടത്. വീണ്ടും അയാൾക്ക് റൈറ്റ് ടേൺ എടുക്കണം. ഏതാണ് റൈറ്റ് ഹാൻഡ്? അത് ആ ഡയറക്ഷനിലോട്ട് 90 ഡിഗ്രി തിരിയ, മുന്നോട്ട് നടക്കാം. സാറേ കുറെ നേരമായല്ലോ റൈറ്റ് മാത്രം, എന്നാ ഒരു ലെഫ്റ്റ്. എടാ, ഇനി അയാൾക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം. ഏതാണ് അയാളെ ലെഫ്റ്റ് ഹാൻഡ്? അത് ആ ഡയറക്ഷനിലോട്ട് തിരിയ, മുന്നോട്ട് നടക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത്. മക്കളെ, ഒട്ടും സമയം കളയാതെ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് മൂവ് ചെയ്യാം. പൈത്തഗോറസ് തിയറം. ഇതെല്ലാവരും 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിച്ച സംഭവമായിരിക്കും. എന്നാലും കാക്ക ഒന്നുകൂടി പറയാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിലോട്ട് പോവാണ്. നിങ്ങൾ നേരായ വഴിയിലൂടെ അല്ല പോണത്, കുറച്ച് വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നത്. ലെഫ്റ്റ് ടേൺ എടുത്തു, മുന്നോട്ട് നടന്നു. അങ്ങനെ നടന്ന് അവസാനം നിങ്ങൾ സ്കൂളിലെത്തി. ഇനി നിങ്ങളോട് ചോദിക്കാണ്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്ര? ആദ്യം ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. 2 പോയിന്റിനെ കണക്ട് ചെയ്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, ഈ കേസിൽ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്തും? അപ്പോഴാണ് നമ്മൾ ഏത് തിയറം യൂസ് ചെയ്യേണ്ടത്? പൈത്തഗോറസ് തിയറം. എങ്ങനെയാ ഇനി അത് യൂസ് ചെയ്യുക? ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ ഹൈപ്പോട്ടന്യൂസ് ആക്കിയിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുക, ഇതുപോലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എ ആണെന്നിരിക്കട്ടെ, ബേസ് ബി ആണെന്നിരിക്കട്ടെ, പിന്നെ ഹൈപ്പോട്ടന്യൂസ് സി. അങ്ങനെയാണെങ്കിൽ സിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്തും? അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സിന്റെ വാല്യൂ എന്താ? സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് പൈതഗോറസ് തിയറം. ചില ക്വസ്റ്റ്യൻസിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഡയറക്ഷൻ ഓഫ് ഷാഡോ. നിഴലിന്റെ ദിശ. എന്താ സാറേ അത്? നോക്കാം. എടാ, ഒരു റൂമില് ഒരു ബൾബ് ഉണ്ട്. ബൾബ് എന്ത് പരത്തും? പ്രകാശം പരത്തും. നമ്മൾ അതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ ഷാഡോ ഫോം ചെയ്യുക? റൈറ്റിലോട്ടാണോ, ലെഫ്റ്റിലോട്ടാണോ, അതോ നമ്മുടെ ബിഹൈൻഡിലോട്ടാണോ? ഏതാണ്? എപ്പോഴും ഓർത്തു വെക്ക മക്കളെ, ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഷാഡോ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിന്നിലോട്ടാണ് ഷാഡോ ഫോം ചെയ്യുക. എന്നാൽ ഇത് യൂസ് ചെയ്യുന്ന 2 സിനാരിയോസ് നമുക്ക് നോക്കാം. സമയം രാവിലെ. സണ്ണ് എവിടെയായിരിക്കും രാവിലെ ഉണ്ടാവുക? ഈസ്റ്റിൽ. അപ്പൊ ഷാഡോ എവിടെയാണ് ഫോം ചെയ്യുക? നമ്മുടെ ഷാഡോ എങ്ങോട്ട് ഫോം ചെയ്യും? ലൈറ്റിന്റെ ഓപ്പോസിറ്റ്. ലൈറ്റ് ഉള്ളത് ഈസ്റ്റില്, ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ്. വെസ്റ്റിലോട്ടാണ് നമ്മുടെ ഷാഡോ ഫോം ചെയ്യുക. എന്നാൽ ഈവനിങ്ങിലെ സണ്ണ് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ? നമ്മുടെ ഷാഡോ അപ്പോ എങ്ങോട്ട് ഫോം ചെയ്യും? വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഈസ്റ്റിലോട്ട് ഫോം ചെയ്യും. ഈ 2 കേസും ഓർത്ത് വെക്കുക. ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് വീഡിയോസ് തൊട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിലൊക്കെ കമന്റിലൂടെ അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അതുവരേക്കും ബൈ.